2 വർഷം മുൻപാണ് മിമിക്രി താരവും നടനുമായ കൊല്ലം സുധിയുടെ വേർപാടുണ്ടായത്. ഒരു വാഹനാപകടത്തിൽപ്പെട്ടാണ് സുധി മരണപ്പെടുന്നത്. ശേഷം നടന്റെ കുടുംബത്തിന് ആശ്വാസമായി നിരവധി പേർ രംഗത്ത് വന്നിരുന്നു. ഭാര്യയെയും മക്കളെയും സംരക്ഷിക്കുകയും അവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നാലെ സുധിയുടെ ഭാര്യ രേണു അഭിനയ രംഗത്തും ചൂടുറപ്പിച്ചു. അടുത്തിടെയാണ് രേണു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഷോർട്ട് ഫിലിം പുറത്തുവരുന്നത്. ഇന്നിതാ രേണു അഭിനയിച്ച ഒരു മ്യൂസിക് ആൽബവും പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇൻസ്റ്റാഗ്രാമിലൂടെ രേണു പങ്കുവച്ച വീഡിയോ വളരെ പെട്ടെന്നാണ് വൈറലായത്. ഒപ്പം ഇത് ഇത്തിരി കടന്നുപോയില്ലേ എന്ന ചോദ്യവുമായിട്ടാണ് സോഷ്യൽ മീഡിയയും എത്തിയിരിക്കുന്നത്. രേണു പങ്കുവച്ച ആൽബത്തിന് താഴെയും ഇതിന്റെ പിന്നണി കാഴ്ചകൾക്കുമാണ് നെഗറ്റീവ് പ്രതികരണം വന്നത്. സുധിയെ ഓർത്ത് ജീവിച്ചോളാമെന്ന് പറഞ്ഞവളാണോ ഈ കാട്ടിക്കൂട്ടുന്നത്, നാണമുണ്ടോ ഇങ്ങനെ ചെയ്യാൻ എന്നൊക്കെയാണ് ഭൂരിഭാഗം കമന്റുകളും. എന്നാൽ രേണുവിന് പിന്തുണ നൽകിക്കൊണ്ടുള്ള കമന്റുകളും ഇതിനൊപ്പമുണ്ട്. സുധി ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇതുപോലെ അഭിനയിക്കാനൊക്കെ അവസരങ്ങൾ കിട്ടിയിരുന്ന നെഗറ്റീവ് കമന്റ് ഒഴിവായി പോയേനെ. ആള് പോയതിനു ശേഷം ഇങ്ങനൊക്കെ സീൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആളുകൾ രണ്ട് സൈഡും ചിന്തിക്കും. നിങ്ങളുടെ ശരി എന്താണ്, അത് ചെയ്യുക. ദിലീപും ഗോപികയും കടലിൽ കിടന്ന് ഉരുണ്ടപ്പോൾ ആഹാ എല്ലാവരും ആസ്വദിച്ചു. പാവപ്പെട്ട ഒരു പെണ്ണ് ജീവിതത്തിലെ സകല സന്തോഷവും നഷ്ടപ്പെട്ട് വിധവ എന്ന പേരും കേട്ട് കരഞ്ഞു കരഞ്ഞ് ജീവിതത്തിൽ അവളുടേതായ സന്തോഷം കണ്ടെത്തുമ്പോൾ അത് മോശം. ഇതൊരു റീൽ വീഡിയോ മാത്രമാണ്, അത് മനസ്സിലാക്കുക. ഒരു പെണ്ണിനെ ഇങ്ങനെ ആക്ഷേപിക്കാൻ നാണമില്ലേ? ഇവർ ജോലി ചെയ്ത് ജീവിക്കുന്നില്ലെന്ന പരാതിയായിരുന്നു എല്ലാവർക്കും. ഇപ്പോൾ അഭിനയിക്കാൻ പോയിട്ട് അതിനും സമ്മതിക്കുന്നില്ല. അവർ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ. കുറെ കമന്റുകൾക്ക് സുധിച്ചേട്ടനെ കുറിച്ചോർത്ത് ഭയങ്കര സങ്കടമാണ് ഇപ്പോൾ. പുള്ളിയെ കളഞ്ഞിട്ട് അവൾ ഒളിച്ചോടി പോയൊന്നുമില്ലല്ലോ. അവരുടെ ജീവിതം അവർക്ക് ശരി എന്ന് തോന്നുന്ന രീതിയിൽ ജീവിക്കട്ടെ. അതിന് നാട്ടുകാർ എന്തിനാ വേവലാതി പിടിക്കണത്? ഒരു സ്ത്രീ ഭർത്താവില്ലാതായാൽ സമൂഹത്തിന് മുന്നിൽ റൂമിന്റെ ഉള്ളിൽ അടച്ചു മൂടിയിരിക്കണം എന്നാണോ? അവർക്കും ജീവിക്കണ്ടേ? അവരുടെ മക്കളെ നോക്കണ്ടേ? അതോ ഈ കുറ്റം പറയുന്ന മക്കൾ തിന്നാനും കുടിക്കാനും ഉള്ളതൊക്കെ കൊണ്ടു കൊടുക്കുമോ? സഹായിച്ചില്ലേലും അവരെ ഉപദ്രവിക്കാതെ ഇരുന്നാൽ മതി എന്നിങ്ങനെ നീളുകയാണ് കമന്റുകൾ. ആദ്യ ഭാര്യ ഉപേക്ഷിച്ചു പോയതിനു ശേഷം കൊല്ലം സുധിയുടെ ജീവിതത്തിലേക്ക് വന്നയാളാണ് രേണു. മകൻ കൂടി ജനിച്ച ശേഷം സുധിയുടെ എല്ലാമെല്ലാമായി ജീവിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായ അപകടമുണ്ടാകുന്നതും സുധി മരണപ്പെടുന്നതും. ഭർത്താവിന്റെ ആഗ്രഹപ്രകാരം സന്തോഷത്തോടെ ജീവിക്കാനാണ് രേണു തീരുമാനിച്ചത്. എന്നാൽ ഭർത്താവ് മരിച്ച സ്ത്രീ മേക്കപ്പ് ഇട്ടെന്നും ഡാൻസ് കളിച്ചെന്നുമൊക്കെ കുറ്റപ്പെടുത്തി കഴിഞ്ഞ കുറെ കാലമായി രേണു സൈബർ ആക്രമണങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് പുതിയ വീഡിയോ കൂടി വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയത്.